മോട്ടറോള എന്ന ബ്രാൻഡ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിക്ക എല്ലാ മോട്ടറോള ഫോൺസിന്റെ വീഡിയോസിന്റെ താഴെ വരുന്ന കമന്റ്സ് ആണ്, ഇതെന്താ മോട്ടറോള എപ്പോഴും വീഗൻ ലെതറുള്ള ഫോൺസ് മാത്രം കൊണ്ടുവരുന്നത്, എപ്പോഴും ഈ സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോണുകൾ, ഈ കർവ് ഡിസ്പ്ലേ ഒന്ന് മാറ്റി പിടിച്ചൂടെ. മിക്ക എല്ലാ മോട്ടറോള ഫോണുകൾ മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റുമായാണ് വരുന്നത്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് സെക്ഷനിൽ വരാറുണ്ട്. ഞാനത് ബ്രാൻഡിനോട് ചോദിക്കാറുണ്ട്. സോ ഈ പറയുന്ന എല്ലാ ഫീഡ്ബാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫോണാണ് മോട്ടറോള ഇറക്കിയിരിക്കുന്നത്. അതാണ് ഈ മോട്ടറോള H70 Max. എന്നാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രണ്ട് കിടിലൻ എക്സ്ട്രാ ഫീച്ചേഴ്സുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതൊക്കെ എന്താണ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്തത് ഇതിന്റെ പ്രൈസിംഗ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്രൈസിംഗ്, അതും പ്രത്യേകിച്ചും ഓഫർ പ്രൈസിംഗ് ഇസ് വെരി വെരി ഗുഡ്. എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോ. സോ ഫൈനലി ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈനുള്ള ഒരു മോട്ടറോള ഫോൺ വന്നിരിക്കുകയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ബാക്കിൽ വീഗൻ ലെതർ ഫിനിഷ് അല്ല, മറിച്ച് ഗ്ലാസിന്റെ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്മൂത്ത് മാറ്റ് ഫിനിഷ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എന്റെ സജഷൻ ആയിരിക്കും ഒന്ന് ടൈറ്റ് ആയിട്ട് പിടിച്ചോളൂ, കാരണം അത്യാവശ്യം സ്ലിപ്പറി ആണ്. എന്നാൽ ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. ചെറിയ ചെറിയ ഒരു പാറ്റേൺ ഉണ്ട്, എന്നാലും ഇറ്റ്സ് വെരി വെരി സ്മൂത്ത്. പക്ഷേ സ്റ്റിൽ മോട്ടറോളയുടെ ആ ഒരു ട്രേഡ് മാർക്ക് ലുക്ക് ഉണ്ടല്ലോ, ട്രേഡ് മാർക്ക് ഡിസൈൻ, അതെന്തായാലും ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ക്യാമറ മോഡ്യൂൾ. ഓക്കെ, സോ ഈ ക്യാമറ മോഡ്യൂളിൽ വരുന്ന ഈ ഡെക്കോ ഉണ്ടല്ലോ, ഇത് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിനോടൊപ്പം തന്നെ ഇതിന് ചുറ്റുമുള്ള ഫ്രെയിം എയർക്രാഫ്റ്റ് ഗ്രേഡ് അലൂമിനിയം കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ മെറ്റൽ ഫ്രെയിം വരുന്നുണ്ട്. സോ ഓവറോൾ കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ആ ഒരു ബോക്സ് ഡിസൈൻ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു മെറ്റാലിക് സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു തണുപ്പും കാര്യങ്ങളും, പിന്നെ ബാക്കിലുള്ള ഒരു സ്മൂത്ത് ഗ്ലാസ് ബിൽഡ്, ഇറ്റ്സ് വെരി വെരി നൈസ്. ഒരു വെറൈറ്റി ആണ് തീർച്ചയായിട്ടും മോട്ടറോള പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. പിന്നെ നോർമലി മോട്ടറോള ഫോൺസ് നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇത് അങ്ങനെയല്ല. 221 ഗ്രാം ആണ് വെയിറ്റ്, 8.29 mm ആണ് തിക്നെസ്. അതിനുള്ള ഒരു പ്രധാന കാരണം ഈ ഫുൾ മെറ്റൽ ഗ്ലാസ് ഡിസൈൻ ആണ്. പ്ലസ് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന യമണ്ടൻ ബാറ്ററിയിലേക്ക് ഞാൻ പിന്നീട് വരാം. എന്നാൽ മോട്ടറോള ഫോൺസിൽ വരുന്ന IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. IP68 ആൻഡ് IP69 റേറ്റിംഗ് സർട്ടിഫൈഡ് ആണ്. പിന്നെ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ഡ്രോപ്പ് റെസിസ്റ്റന്റ് പ്രൊട്ടക്ഷൻ, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാന്റോൺ ഡാർക്ക് ഷാഡോ, പാന്റോൺ എക്വാ ഗ്രേ ആൻഡ് പാന്റോൺ ഐസ് മെൽറ്റ് ആണ് 3 കളർ ഓപ്ഷൻസ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഡിസ്പ്ലേ കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. 6.8 ഇഞ്ച് സൈസ് ഉള്ള ഒരു വലിയ എക്സ്ട്രീം ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അതും പാന്റോൺ വാലിഡേഷനോട് കൂടിയാണ് വരുന്നത്. 10-bit ഡിസ്പ്ലേ ആണ്. 144 Hz വരെ റിഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. LTPO പാനലാണ്, എന്ന് വെച്ചാൽ 1 Hz to 120 Hz അല്ലെങ്കിൽ 144 Hz വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ എന്നെ ഞെട്ടിച്ച ഫീച്ചർ എന്താണെന്നറിയാം? ഇതിന്റെ ആക്ച്വലി ആവശ്യമില്ലായിരുന്നു. എന്നാലും മോട്ടറോള ഈ ഫോണിൽ 2K പ്ലസ് റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്വാഡ് HD പ്ലസ് റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ്. നോർമലി ഒരു ബ്രാൻഡിന്റെ ഏറ്റവും അൾട്രാ ഫോൺസിൽ, നല്ല വില കൂടിയ അൾട്രാ ഫോൺസിലാണ് ഈ 2K ഡിസ്പ്ലേ വരുന്നത്. അതിന്റെ ഒരു ക്രിസ്പ്നെസ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു നല്ല ഷാർപ്പ് ഡിസ്പ്ലേ ആണ്. കാണാൻ നല്ല രസമുണ്ട്. കളേഴ്സ് ആണെങ്കിലും ടെക്സ്റ്റ് ആണെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. നോ ഡൗട്ട് ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. ചുറ്റുമുള്ള ബെസൽസ് അത്യാവശ്യം സ്ലിം ആണ്, യൂണിഫോം ആണ്, നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. 2100 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസും 7000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ HBM ബ്രൈറ്റ്നസ് നോക്കിയാൽ മതി. ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ നല്ല വെയിലുണ്ടെങ്കിലും ബ്രൈറ്റ്നസ് ഇനഫ് ആണ്, നോ പ്രോബ്ലം. മോട്ടറോളക്ക് വേണമെങ്കിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ ഫോണിൽ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വാട്ടർ ടച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നനവൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ടച്ച് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ട്, ഈ മോട്ടറോള ഫോൺസിൽ എന്താണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തരാത്തത് എന്ന് പറഞ്ഞ് താഴെ കമന്റ്സ് വരാറുണ്ട്. ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്ക് HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് ഇല്ല. കൊള്ളാം, നല്ല ഡ്യൂസിയൽ സ്പീക്കേഴ്സ് ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല വോളിയം ഉണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്വാൾകോമിന്റെ പവർഫുൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റുമായാണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ LPDDR5X RAM ആൻഡ് UFS 4.1 സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചില വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, 8 Gen 5 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഞാൻ അൺടു ടെസ്റ്റ് റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 million 30 ലക്ഷത്തിന്റെ സ്കോർ തരുന്നുണ്ട്. സോ മനസ്സിലായല്ലോ, ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ചിപ്സെറ്റ്. പിന്നെ ഈ പവർ കൂടിയത് കൊണ്ട് ഹീറ്റിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏകദേശം 5500 mm സ്ക്വയറുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫോണിൽ പെർഫോമൻസ് കുറഞ്ഞു പോയി, കുറച്ചും കൂടി പെർഫോമൻസ് വേണ്ടിയിരുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത്യാവശ്യം പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗെയിമിംഗ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. BGMIയിൽ തൽക്കാലം 60 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഐ തിങ്ക് അപ്ഡേറ്റിലൂടെ അത് 90 FPS ആൻഡ് ഈവൻ 120 FPS വരെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. 60 FPS നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഈവൻ ഹെവി ഗെയിംസ് എന്ന് പറയപ്പെടുന്ന വിതറിംഗ് വേവ്സ് ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും 60 FPS നമുക്ക് കളിക്കാൻ പറ്റും. ഭയങ്കര ഹാർഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ 45-50 വരെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നോർമലി നമുക്ക് 60 FPS അവിടെയും കിട്ടുന്നുണ്ട്. സോ നല്ല ചിപ്സെറ്റും RAM സ്റ്റോറേജ് വരുമ്പോഴുള്ള
മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 100% DCI-P3 കളർ ഗാമറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പാൻറ്റോൺ വാലിഡേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഫോട്ടോ എഡിറ്റിംഗ് ആണെങ്കിലും നല്ലോണം ചെയ്യാൻ പറ്റും. സ്കിൻ ടോൺ ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ മോട്ടോറോള ഫോൺസിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ബാറ്ററിയാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. 7100 mAh യമണ്ടൻ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ബാറ്ററിയുടെ ഓപ്റ്റിമൈസേഷനും നല്ലോണം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഏകദേശം 1.5 ദിവസത്തെ അല്ലെങ്കിൽ ഈവൻ 2 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ യൂസ് ഒരു മോഡറേറ്റ് ആവറേജ് യൂസ് ഒക്കെ ആണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. 90 വാട്ടിന്റെ ചാർജറാണ് വരുന്നത്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 50-51 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ്. എന്നാൽ അതല്ല മെയിൻ സംഭവം, മാഗ്നറ്റിക് വയർലെസ് ചാർജിങ്. അതായത് ഈ സെഗ്മെന്റിലെ ആദ്യത്തെ Qi 2.2 വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് ഈ Moto Edge 70 Max. യെസ്, ഇവിടെ മാഗ്നറ്റ്സ് ഉണ്ട്, ഞാൻ നോക്കിയിരുന്നു. പിന്നെ അറിയാലോ, മാഗ്നറ്റ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആക്സസറീസ് ബാക്കിൽ ഇങ്ങനെ ഒട്ടുന്ന ആക്സസറീസ് ഒക്കെ ഇവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യെസ്, നിങ്ങളുടെ കയ്യിൽ 50 വാട്ടിന്റെ മോട്ടോറോളയുടെ വയർലെസ് ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 50 വാട്ടിൽ വയർലെസ്ലി ചാർജ് ചെയ്യാൻ പറ്റും. Android 16 ബേസ് ആയിട്ടുള്ള Hello UI ആണ് കൊടുത്തിരിക്കുന്നത്. 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് മോട്ടോറോളയുടെ ചെയ്തിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ബ്രാൻഡുകൾ 4 വർഷത്തെ അപ്ഡേറ്റ് തരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് വരുന്ന ഈ ജെസ്റ്റേഴ്സ് ആണെങ്കിലും മോട്ടോ സെക്യൂർ, അൺപ്ലഗ്ഡ്, ഫാമിലി സ്പേസ്, സ്മാർട്ട് കണക്ട്, സെക്യൂർ ഫോൾഡർ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചർ ഉണ്ട്. ലോക്ക് സ്ക്രീനിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇതായി ഇങ്ങനെ ചെറുതായിട്ട് ഐക്കൺ രൂപത്തിൽ മിനിമൈസ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ലൈവ് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് ഞാൻ മോട്ടോറോളയുടെ സെൽഫി ക്യാമറ വെച്ചാണ് 4K റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഈ മോട്ടോ ഫോൺസിൽ വരുന്ന ഈ AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, മോട്ടോ AI 2.0 കാര്യങ്ങളൊക്കെ, അത് തൽക്കാലം ഇവിടെ വരുന്നില്ല. കാരണം മോട്ടോറോള അത് അപ്ഗ്രേഡ് ചെയ്ത് കീറ AI ആക്കി മാറ്റാൻ നോക്കുകയാണ്. ഓക്കെ, സോ ഈ ഫോണിൽ ഐ തിങ്ക് ആഫ്റ്റർ 1 മന്ത് അതിൻ്റെ അപ്ഡേറ്റ് വരും. അങ്ങനെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയ അല്ലെങ്കിൽ അപ്ഗ്രേഡഡ് ആയുള്ള AI ഫീച്ചേഴ്സ് കിട്ടും. പിന്നെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. എൻ്റെ ഇനീഷ്യൽ യൂസിൽ കോൾ ഡ്രോപ്സും അല്ലെങ്കിൽ 5G കണക്ട് ആവുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പോഴും 5G പ്ലസ് കണക്ട് ആയിരിക്കുകയാണ്. ബാക്കി വൈഫൈ സ്പീഡ് ആണെങ്കിലും ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും അതൊക്കെ നൈസ് ആയിരുന്നു. ഇയർ പീസിന്റെ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഒന്നുമില്ല. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സോ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ് Wi-Fi 7, ലേറ്റസ്റ്റ് Bluetooth 6 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടില്ല, USB 2.0 ആണ്. എന്നാൽ eSIM-ന് വേണ്ടിയുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട് eSIM ഉണ്ടോ, eSIM ഉണ്ടോ. സോ ഇവിടെ eSIM ഉണ്ട്. സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 ഫിസിക്കൽ സിം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിം, അതിന്റെ കൂടെ ഒരു eSIM യൂസ് ചെയ്യാൻ പറ്റും. 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ വേറെ ലൈറ്റിംഗ് സിറ്റുവേഷനിൽ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഗുഡ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. സ്കിൻ ടോൺ ആണെങ്കിലും ഈവൻ HDR ആണെങ്കിലും നമ്മൾ ഈ വലിയ സീനറിയുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴും HDR ഒക്കെ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. യെസ്, ഈ ഫോണിൽ ടെലിഫോട്ടോ ക്യാമറ വരുന്നില്ല. എന്നാലും ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ 24mm, 35mm ആൻഡ് 50mm വരെയുള്ള ഫോക്കൽ ലെങ്തുകളിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും ഈവൻ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ഓക്കെ ആണ്. മെയിൻ ക്യാമറ വെച്ചാണ് ഈ പറഞ്ഞ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്നത്. ഓക്കെ, അൾട്രാവൈഡ് ക്യാമറ 8 മെഗാ പിക്സൽ മാത്രമായതുകൊണ്ട് കളേഴ്സ് പിന്നെയും ഒരു പരിധി വരെ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് മെയിൻ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും കുറയുന്നുണ്ട്. ഇതിന്റെ ക്യാമറ UI നമുക്ക് വേണമെങ്കിൽ നാച്ചുറൽ സ്റ്റൈൽ, സിഗ്നേച്ചർ സ്റ്റൈൽ, പിന്നെ വിവിഡ് സ്റ്റൈൽ, ഈ 3 സ്റ്റൈലിൽ എടുക്കാൻ പറ്റും. എനിക്ക് നാച്ചുറൽ ആണ് ഇഷ്ടപ്പെട്ടത്, ഞാൻ അതിലാണ് ഫോട്ടോസ് ഒക്കെ എടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറ പെർഫോമൻസിൽ അങ്ങനെ കംപ്ലൈൻസ് ഒന്നുമില്ല. സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ചെറിയൊരു സ്മൂത്തനിങ് ഉണ്ട്, പക്ഷേ ഇറ്റ് ലുക്സ് നൈസ്. ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS അത്യാവശ്യം സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 30 FPS വരെയുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. വീഡിയോ പെർഫോമൻസ് ഇസ് ഓക്കെ, അങ്ങനെ ഭയങ്കര വീഡിയോ പെർഫോമൻസ് ഇല്ല, എന്നാൽ ഭയങ്കര മോശമല്ല. ഇറ്റ്സ് ഓക്കെ, ഡീസെന്റ് വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവരുന്ന ഭയങ്കര ബ്രൈറ്റ് HDR വീഡിയോസ് ഇല്ലേ, അത്തരത്തിലുള്ള 4K HDR വീഡിയോസ് എടുക്കാനുള്ള ഓപ്ഷനും മോട്ടോറോള ഫോണിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് മുൻപ് കണ്ട ഫ്രെയിം മാച്ചിന്റെ ഫീച്ചർ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യം ഒരു ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് മറ്റൊരാളോട് ആ ഫ്രെയിം മാച്ച് ചെയ്യാൻ പറയുന്നു, നമ്മൾ അവിടെ പോയി നിൽക്കുന്നു, എന്നിട്ട് അതേ ഫ്രെയിമിൽ നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു ഫോട്ടോ എടുക്കുന്നു. ആ സംഭവം ഇവിടെ വരുന്നുണ്ട്. വീഡിയോ ഹൊറൈസൺ ലോക്കിന്റെ ഫീച്ചർ ഉണ്ട്, എന്ന് വെച്ചാൽ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാലും വീഡിയോ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും. ഈ Edge 70 Maxന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 54,999 രൂപ. എന്നാൽ കൂടെ 5,000 രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 5,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 49,999 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ജൂലൈ 20-ാം തീയതി ഫ്ലിപ്കാർട്ടിലാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു മോട്ടോറോള ഫോൺ, അതായത് കർവ് ഡിസ്പ്ലേസ് വേണ്ട, ഫ്ലാറ്റ് ഡിസ്പ്ലേ മതി, ബാക്കിൽ വീഗൻ ലെതർ വേണ്ട, ഗ്ലാസ് ബാക്ക് മതി, ചുറ്റും മെറ്റലിന്റെ ഫ്രെയിം വേണം, ബോക്സി ഡിസൈനിൽ വരുന്ന ഒരു മോട്ടോറോള ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങൾ തീർച്ചയായും
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്ക് ഔട്ട് ചെയ്യാം, പ്രത്യേകിച്ചും ഈ ഫോണിന്റെ ഓഫർ പ്രൈസിൽ. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഫോൺ വാങ്ങാൻ നോക്കിയിരിക്കുകയായിരുന്നെങ്കിൽ പ്ലീസ് ഓഫർ ഉൾപ്പെടെ വാങ്ങാൻ നോക്കുക, എന്നാലും നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് വാല്യൂ ഫോർ മണി പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഓഫ് ടെക് സൈനിങ് ഓഫ്. ബൈ.